ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നും നമുക്ക് എന്താ പറയുക, ഒരുപാട് ഏഹ്, സന്തോഷമുള്ളൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക, കുറേ കുറേ നാളായിട്ട് നമ്മുടെ ഒരു രണ്ട് ഫാമിലി ചാനലുകളെ രണ്ടുപേരും ഒരാളോട് സപ്പോർട്ട് ചെയ്തിട്ട് തുടങ്ങിയ ചാനലായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഇവരെ രണ്ടുപേരെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നമ്മളെയും തിരിച്ച് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കുടുംബവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സൗഹൃദാന്തരീക്ഷം ഉണ്ടായിരുന്നു. കഷ്ടപ്പാടിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ എളിയ നിമിഷങ്ങൾ ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. സ്വാഭാവികമായിട്ട് മക്കളെവിടെ, മക്കൾ എന്ത് ചെയ്യുന്നു, അല്ല മക്കൾക്ക് പനിയാണോ, പനി മാറിയോ, അങ്ങനെതായ കാര്യങ്ങൾ. അപ്പം അങ്ങനെ എൻ്റെ ഫാമിലി സുഹൃത്തായ അമ്മൂസും നമ്മുടെ അമ്മൂസിൻ്റെ ഹസ്ബൻഡ് രതീഷ് ബ്രോയും കൂടെ ഊട്ടിയിൽ പോയി കഴിഞ്ഞ മാസത്തിൻ്റെ മധ്യത്തിൽ. അപ്പോൾ ഊട്ടി പോയി ഇവരിങ്ങനെ തണുപ്പത്ത് രാവിലെ കിട്ടുകിട്ടാന്നുള്ള വിറയ്ക്കുന്ന സമയത്ത് അമ്മൂസ് ലൈവ് ചെയ്യുകയാണ്. ലൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ അമ്മൂസിനോട് ചോദിച്ചു, അമ്മൂസ് എവിടെയുള്ളത്? ഞങ്ങൾ ഊട്ടിയിലാണ് സന്തോഷേട്ടാ. ആണാ? രതീഷ് ബ്രോ എവിടെ? രതീഷ് ബ്രോ എവിടെയുണ്ട്? രതീഷ് ബ്രോ എന്നപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് രതീഷ് ബ്രോയും അവിടെയുണ്ട്. അപ്പോൾ അജിത അമ്മൂസ് അങ്ങനെ ഒരു ചാനലിൻ്റെ പേര്. രതീഷ് ബ്രോവിൻ്റെ രതീഷ് RK രതീഷ് എന്ന് പറഞ്ഞിട്ട് അതും ഒരു ചാനൽ. അങ്ങനെ ഒരു രണ്ട് ചാനൽ. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് ഊട്ടിയിൽ നിന്ന് ഒരു കോട്ട് മേടിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സന്തോഷ് ബ്രോ നോക്കാം എത്ര റേഞ്ചിലുള്ളതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മോശമല്ലാത്ത രീതിയിലുള്ളത് ഒരെണ്ണം വാങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഒരുപാട് കഷ്ടപ്പാടിലാണ് അവരവിടെ എത്തിച്ചേർന്നത്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അവർ വണ്ടി വെളുപ്പിന് ബ്രേക്ക് ഡൗൺ ആവുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവർ ഒരുപാട് ലേറ്റായി, വഴിയിലൊക്കെ കിടന്ന് അങ്ങനെ പോയി. അവരാ മാനസികാവസ്ഥയിൽ നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തു. അവരത് കറക്റ്റായിട്ട് ചെയ്ത് ആ സാധനം ഒരു പുറത്തൊരു കടയിൽ നിന്ന് വില കുറഞ്ഞ രീതിയിൽ ഒരെണ്ണം മേടിച്ച്, നല്ല ക്വാളിറ്റിയുള്ള സാധനം വില കുറഞ്ഞ സ്ഥലത്ത് നടന്ന് രതീഷ് ബ്രോ കഷ്ടപ്പെട്ട് അത് മേടിച്ച് അത് അമ്മൂസിനെ ഏൽപ്പിച്ച് അമ്മൂസ് അത് കൊറിയർ ചെയ്തു. അപ്പോൾ നമ്മൾ അവർക്ക് പൈസ അയച്ചു കൊടുക്കണം. പൈസ അയച്ചു കൊടുത്തു ഉള്ളതെന്നല്ല, കണ്ണൂരുള്ള ഞാൻ, തൃശ്ശൂരുള്ള അവർ യൂട്യൂബിൽ അവരുടെ ഒരു സുഹൃത്തായിട്ട് നമ്മൾ സൗഹൃദം, നല്ല രീതിയിലുള്ളൊരു സൗഹൃദം സ്ഥാപിച്ച് അവർക്ക് ഞാൻ പറഞ്ഞ രീതിയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലായി. അവരെനിക്ക് ആ സാധനം അയച്ചു തരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. അപ്പോൾ നമ്മുടെ അജിത അമ്മൂസിൻ്റെ ചാനൽ കഴിഞ്ഞ ഇടയ്ക്ക് കട്ടായിട്ടുണ്ട്. അമ്മൂസിൽ നിന്ന് നമുക്ക് ലൈവിൽ വരുവാണെങ്കിൽ അമ്മൂസിനെ പിൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു തരാം. ഭഗവതി എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ അമ്മൂസിൻ്റെ ആദ്യത്തെ ചാനൽ റീൽസ് കണ്ടൻറ്റ് വന്നിട്ട് അത് ഏകദേശം ചാനലിൻ്റെ കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെ ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ അടുത്ത ദിവസം ഇങ്ങനെ നല്ല രീതിയിലുള്ള ആൾക്കാർക്ക് കുറച്ച് വീഴ്ചകളൊക്കെ വരും, സ്വാഭാവികമാണ്. നമുക്കും വന്നേക്കാം. നമുക്കും ഒന്നും എവിടെ എത്തിപ്പെടുമെന്നൊക്കെ അറിയത്തില്ല. നമ്മുടെ ചാനലുകളും എവിടെ എത്തിപ്പെടുമെന്നൊന്നും അറിയില്ല. അവരൊക്കെ 4000 വാച്ച് അവറായിട്ട് റീൽസ് കണ്ടൻറ്റ് വന്നിട്ട് 2 പേർക്കും അതേ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവരുടെ വിഷമങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പറയുന്നു. അപ്പം ഞാൻ ആ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇതുണ്ടോ, ഇതാണ് ആ സാധനം പാക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പം ഞാനേ ഈ ക്യാമറ ഇവിടെ വെച്ചിട്ട് ഈ സാധനം പൊട്ടിക്കാം. ഓക്കെ, ക്യാമറ ഇവിടെ വെച്ചിട്ട് ഈ സാധനം പൊട്ടിക്കാം കേട്ടോ. അപ്പം ഞാനെടുത്ത് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ലൈവ് ചെയ്യുക. നല്ല വൃത്തിയിൽ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് ഇത്. നമ്മൾ വിചാരിക്കും മഴക്കോട്ടാണ് കേട്ടോ. മഴക്കോട്ടല്ല, ഇതിൻ്റെ ഉള്ളിൽ നല്ല റെക്സിനുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നല്ല റെക്സിനെല്ലാം ഉണ്ട്, നല്ല വൃത്തിയിൽ. അപ്പോൾ നമുക്കിത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഇത് ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതുണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള റെക്സിനൊക്കെ ഉള്ളത് നോക്കിയിട്ട് രതീഷ് ബ്രോ വളരെ സെലക്റ്റീവായിട്ടാണ് നമുക്ക് അയച്ചു തന്നേക്കുന്നത്. അപ്പോൾ രതീഷ് ബ്രോയ്ക്ക് നമുക്കിത് അയച്ചു തന്ന രതീഷ് ബ്രോയ്ക്ക്
ഫാമിലി അമ്മൂസിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇവർ ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു സേവനം അവർ ചെയ്യുകയുണ്ടായത്. അപ്പം ഇത് നമുക്ക് അപ്പോൾ അവരുടെ ഭഗവതി എന്ന് പറഞ്ഞ ചാനലിന്, രതീഷ് ബ്രോവിൻ്റെ ചാനലിന്, അമ്മൂസിൻ്റെ ചാനലിന് ഒരുപാട് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഞാനിന്ന് അവർ ലൈവിൽ വന്നു കഴിഞ്ഞാൽ അവരെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള സൗഹൃദങ്ങൾ കണ്ടെത്താൻ നിങ്ങളും ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. ഓക്കെ, ബൈ 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 ബൈ. ഓക്കെ.